ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ കാരണം അന്യസംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ മലയാളികൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള രജിസ്ട്രേഷൻ നോർക്ക ആരംഭിച്ചിട്ടുണ്ട്. ഇനി നോർക്ക വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന പേജ് ഇതാണ്. ദാറ്റ് ഈസ് നോർക്ക രജിസ്ട്രേഷൻ പേജ്. ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്: ഔട്ട്സൈഡ് ഇന്ത്യ രജിസ്റ്റർ, ഇൻസൈഡ് ഇന്ത്യ രജിസ്റ്റർ. ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലാണ്. ഇൻസൈഡ് ഇന്ത്യയാണ് ഇന്ത്യയിൽ തന്നെ അന്യസംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇൻസൈഡ് ഇന്ത്യ എന്നുള്ളതിൽ രജിസ്റ്റർ ചെയ്യാം. അന്യസംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ ഈ മൊബൈൽ നമ്പർ നോർക്ക രജിസ്ട്രേഷൻ നമ്പർ ഇത് മുൻപ് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ന്യൂ രജിസ്ട്രേഷനായി ഇതിൻ്റെ അടിയിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ന്യൂ രജിസ്ട്രേഷൻ ഇൻ COVID-19 ജാഗ്രത ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ലഭിക്കും. ആ ഓപ്ഷനിൽ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ക്യാപ്ച വരും. അത് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വരുന്നത് ഒരു OTP നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ OTP നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് ശേഷം നമുക്ക് വരുന്നൊരു ഇൻ്റർഫേസ് ഇതാണ്. ഇതിൽ നമുക്ക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ID നമ്പർ എന്നിങ്ങനെ പല ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നെയിം, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡറിൽ ഫീമെയിൽ, മെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ ID നമ്പർ, നമ്മൾ ഏത് ID യാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ID നമ്പർ, വോട്ടേഴ്സ് ID ഓർ ആധാർ, പാൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ID നമ്പർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഫ്രം അഡ്രസ്, നമ്മൾ എവിടെയാണോ ഇപ്പോൾ ജീവിക്കുന്നത് ഓർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിലെ അഡ്രസ്. ദെൻ അഡ്രസ് കേരളത്തിലേക്ക് നമ്മൾ എവിടേക്കാണോ വരാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അഡ്രസ്സാണ് അഡ്രസ് കേരളയിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ദെൻ പിൻകോഡ്, ദെൻ ഡെസ്റ്റിനേഷൻ, ഇമെയിൽ ID, ദെൻ ഡെസ്റ്റിനേഷൻ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ എന്ന് സെലക്ട് ചെയ്യാം. ദെൻ സെലക്ട് ലോക്കൽ ബോഡി. തൃശ്ശൂരിൽ തന്നെ എല്ലാ ലോക്കൽ ബോഡീസും ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏതിലേക്കാണോ നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ദെൻ വാർഡ് നമ്പർ, ദെൻ സെലക്ട് വെഹിക്കിൾ ടൈപ്പ്. ഏത് വെഹിക്കിൾ വഴിയാണോ നമ്മൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്, ട്രെയിൻ, സ്മോൾ കാർ, ബിഗ് കാർ, ട്രാവലർ ഓർ മിനി ബസ്, 2 വീലർ ഓർ ഷിപ്പ് എന്നിങ്ങനെ നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ ഏത് മാർഗം വഴിയാണോ നമ്മൾ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് ആ മാർഗം ഇതിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ദെൻ അടുത്ത ഓപ്ഷൻ വരുന്നത് വെഹിക്കിൾ നമ്പറാണ്. ഇതിൽ നമുക്ക് വെഹിക്കിൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ദെൻ റീസൺ ഫോർ റിട്ടേണിൽ നമുക്ക് പല ഓപ്ഷൻസും വരുന്നുണ്ട്. ആനുവൽ വെക്കേഷൻ, ചിൽഡ്രൻ സെപ്പറേറ്റഡ് ഡ്യൂ ടു ലോക്ക്ഡൗൺ, കോഴ്സ് കംപ്ലീറ്റഡ്, എക്സാമിനേഷൻ കംപ്ലീറ്റഡ്, ഹോസ്റ്റൽ റിലേറ്റഡ് ഇഷ്യൂസ്, ജോയിൻ വിത്ത് ഫാമിലി, ലോസ് ഓഫ് ജോബ്, അതർ. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ കോവിഡ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് സെലക്ട്. നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കോവിഡിൻ്റെ ലക്ഷണങ്ങളായ പനി, ജലദോഷം, അങ്ങനെ ഏതെങ്കിലും ഒരു കോവിഡ് റിലേറ്റഡ് ഇഷ്യൂ ഇൻ യെസ് ഓർ നോ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ സത്യസന്ധമായി തന്നെ ചെയ്യേണ്ടതാണ്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഫെല്ലോ ട്രാവലർ, ആഡ് ഫാമിലി മെമ്പർ. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മുന്നോട്ട് പോകാനായി നമുക്കിതിൽ എല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ റഫായി ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ഫാമിലി മെമ്പർ,
ഇനി നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ ഫാമിലി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇതിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ID കാർഡ് നമ്പർ, ഫ്രം അഡ്രസ്, മൊബൈൽ നമ്പർ, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡീറ്റെയിൽസ് തന്നെ വേറെ ഒരാളുടെ ആഡ് ചെയ്യണം, നമ്മുടെ കൂടെ വരുന്ന ആളുകളുടെ. ദെൻ ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ആഡ്, റീസെറ്റ് ഓർ ക്ലോസ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ആഡ് അടിക്കണം. ഇതിൽ വാലിഡ് ഡീറ്റെയിൽസ് എല്ലാം വാലിഡ് ഡീറ്റെയിൽസ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. ദെൻ പിന്നെ വരുന്നത് ഷോ 5 എൻട്രീസ്. ഇതിൽ നമ്മൾ എത്ര പേരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിലെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. 5, 10, 20, 25. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി മാത്രമേ, ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരെണ്ണം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി സെലക്ട് കമ്മിങ് ഫ്രം സ്റ്റേറ്റ്. നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ നമുക്കിവിടെ കർണാടക സെലക്ട് ചെയ്യണം. ദെൻ സെലക്ട് കമ്മിങ് ഡിസ്ട്രിക്റ്റ്. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ കർണാടകയിൽ തന്നെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റ് ഉണ്ട്. കർണാടക ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേത് സ്റ്റേറ്റ് സെലക്ട് ചെയ്താലും അതിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളും ഈ ഇൻ്റർഫേസിൽ നമുക്ക് കാണാവുന്നതാണ്. ദെൻ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ അർബൻ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ദെൻ ഡിപ്പാർട്ടിംഗ് പ്ലേസ് ഓർ സിറ്റി, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ചെക്ക് പോസ്റ്റ് റീച്ചിങ്. ദെൻ സെലക്ട് ചെക്ക് പോസ്റ്റ് റീച്ചിങ് ഡേറ്റ്. നമ്മൾ എപ്പോഴാണ് ചെക്ക് പോസ്റ്റിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് കടക്കുമ്പോഴുള്ള ചെക്ക് പോസ്റ്റിൽ എത്തുക എന്നുള്ളതിൻ്റെ റീച്ചിങ് ഡേറ്റ് ഇവിടെ നമ്മൾ കൊടുക്കണം. എന്നാണ് നമ്മൾ പുറപ്പെടുന്നത്, എന്നാണ് നമ്മൾ എത്തുന്നത്, അതിനനുസരിച്ച്. ദെൻ സെലക്ട് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റുകളും ഇതിൽ അവൈലബിൾ ആണ്. കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോഴുള്ള ചെക്ക് പോസ്റ്റുകളാണ്. ഇതിലേത് വഴിയാണ് നമ്മൾ വരുന്നത് എന്നുള്ളതും. സെലക്ട് ടൈം സ്ലോട്ട്, ഏത് ടൈമിൽ നമ്മളിവിടെ എത്തും എന്നുള്ളതും കൂടി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ദെൻ സേവ് ഓൾ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൃത്യമല്ലേ എന്ന് ചെക്ക് ചെയ്ത് നമ്മൾ സേവ് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്നതിനായിട്ടുള്ള ഒരു ലിങ്കും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾ കരുതുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക. ഇനി മറ്റൊരു വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ.